ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ഗൗരിയുടെ അടുത്തേക്ക് ധൃതിയിൽ നടന്നു വരുന്ന സുമിത്രയെ കണ്ട് ഗൗരി ചിരിച്ചു. നിനക്ക് എന്നെ മനസ്സിലായോ? സുമിത്ര ചോദിച്ചു. ഇന്നലെ അമ്പലത്തിൽ നിന്ന് കണ്ട ആൻറ്റിയല്ലേ? ഗൗരി ചോദിച്ചു. അപ്പം നിനക്ക് എന്നെ മനസ്സിലായില്ലേ? ഇവിടെ അടുത്താണ് വീട്. വീട്ടിൽ കയറിയിട്ട് പോവാം, വായോ, സുമിത്ര പറഞ്ഞു. അയ്യോ, ഇപ്പം വേണ്ട ആൻറ്റി, മറ്റൊരു ദിവസം വരാം. ഇപ്പോ സമയം ഒരുപാടായി, വീട്ടിലെത്താൻ വൈകും, ഗൗരി പറഞ്ഞു. ഒന്ന് വീട്ടിൽ കയറിയെന്ന് വിചാരിച്ച് നിന്റെ വീട്ടിലെത്താൻ വൈകൊന്നുമില്ല. വേഗം വിടാം, വായോ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ഗൗരിയെ സുമിത്ര വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ആൻറ്റി അമ്പലത്തിൽ പോയി വരികയാണോ? ഗൗരി ചോദിച്ചു. ആ, വൈകുന്നേരം ഒരു നടത്താവുമല്ലോ. അതിന് ദിവസവും വൈകുന്നേരം അമ്പലത്തിൽ പോകും, സുമിത്ര പറഞ്ഞു. വീട്ടിലേക്ക് ഒരാളെ കൂട്ടിക്കൊണ്ടുവരുന്നത് കണ്ട് രേണു ഓടി പുറത്തിറങ്ങി. ഇത് ആരാമേ? രേണു ചോദിച്ചു. നമ്മൾ മുമ്പ് താമസിച്ചിരുന്ന വീടിന് തൊട്ടപ്പുറത്തുണ്ടായിരുന്ന രാഘവന്റെ മൂത്ത മകളാ. ഇവളുടെ അമ്മ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ എൻ്റെ നല്ലൊരു കൂട്ടുകാരിയായിരുന്നു. ചെറുപ്പത്തിൽ അമ്മ മരിച്ചപ്പോൾ മുത്തശ്ശി കൊണ്ടുപോയതാ. ഇപ്പോൾ ഇവിടെ തന്നെ തിരിച്ചു പോന്നു, സുമിത്ര പറഞ്ഞു. ചേച്ചിയുടെ പേരെന്താ? രേണു ചോദിച്ചു. ഗൗരി. ചേച്ചി എന്താ ചെയ്യുന്നേ? ഞാനിവിടെ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുക. ഇവിടെ മുറ്റത്ത് നിന്ന് സംസാരിക്കാതെ കയറി വായോ, സുമിത്ര പറഞ്ഞു. എന്നിട്ട് അവർ അകത്തേക്ക് കയറിപ്പോയി. അവൾക്ക് കുടിക്കാൻ സുമിത്ര ജ്യൂസ് കൊടുത്തു. എന്താ നിന്റെ പേര്? ഗൗരി രേണുവിനോട് ചോദിച്ചു. രേണുക. രേണുന്നാ വിളിക്കുക. പഠിക്കുകയാണോ? ഗൗരി ചോദിച്ചു. അതെ, +2. അത് കഴിഞ്ഞ MBBS പോണമെന്നാ എൻ്റെ ആഗ്രഹം. ഇന്നലെ എൻട്രൻസ് എക്സാം ഉണ്ടായിരുന്നു, അത് എഴുതിയിട്ടുണ്ട്, രേണു പറഞ്ഞു. ജ്യൂസ് കുടിച്ചു കഴിഞ്ഞപ്പോൾ ഗൗരി പറഞ്ഞു. ആൻറ്റി, ഞാൻ ഇറങ്ങുക. എനിക്ക് നേരം വൈകി. വീട്ടിലെത്താൻ വൈകിയ ഇളയമ്മ വഴക്ക് പറയും. ശരി മോളെ, ഇനി എപ്പോഴെങ്കിലും വായോ. ഇപ്പോൾ വീട് മനസ്സിലായല്ലോ, സുമിത്ര പറഞ്ഞു. ശരി ആൻറ്റി, വരാം. രേണു, പോയി വരാം എന്ന് പറഞ്ഞ് ഗൗരി അവിടെ നിന്നിറങ്ങി. മഹാദേവ, വീട്ടിലെ അവസ്ഥ എന്താണോ ആവോ. നേരം വൈകിയതിന് ഇളയമ്മ വഴക്ക് പറയുമെന്നും അറിയില്ല എന്ന് വിചാരിച്ച് ഗൗരി ധൃതിയിൽ അവിടെ നിന്ന് നടന്നു. അവൾ പോകുന്നത് നോക്കി സുമിത്രയും രേണുവും കുറച്ചുനേരം അങ്ങനെ നിന്നു. നല്ല ചേച്ചിയല്ലമ്മേ, ഏട്ടന് നല്ല മാച്ചാണ്. നമുക്ക് ഏട്ടന് വേണ്ടി കല്യാണം ആലോചിച്ചാലോ? രേണു ചോദിച്ചു. പോടി അവിടുന്ന്. അതിന് രാജീവിനും കൂടെ സമ്മതാവണ്ടേ? അവന്റെ മനസ്സിലെന്താന്ന് ആർക്കറിയാം, സുമിത്ര പറഞ്ഞു. ഇത്രയും സുന്ദരിയായ ഒരു പെണ്ണിനെ വേണ്ടാന്ന് ആരാ പറയുക? രേണു ചോദിച്ചു. നന്ദിനിയെ പോലെ തന്നെയാ ഗൗരിയും, അതേ മുഖച്ചായ, സുമിത്ര പറഞ്ഞു. ആ ആന്റി എങ്ങനെ മരിച്ചതമ്മേ? രേണു ചോദിച്ചു. ഗൗരിയെ പ്രസവിച്ചതിനു ശേഷം ഇടയ്ക്കിടയ്ക്ക് ബ്ലീഡിംഗ് ഉണ്ടാവുമായിരുന്നെന്ന് നന്ദിനി പറയാറുണ്ടായിരുന്നു. ആ രാഘവൻ അതിനെ നേരാവണ്ണം നോക്കിയതൊന്നും ഉണ്ടായിരുന്നില്ല. രാഘവൻ പങ്കജത്തെ കല്യാണം കഴിച്ചതിന് ശേഷം പങ്കജം ആ കുട്ടിയെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. ഒരു വെക്കേഷൻ സമയത്ത് ഞാനും നിന്റെ അച്ഛനും രാജീവും കൂടെ അമ്മയുടെ വീട്ടിലേക്ക് പോയിരിക്കുകയായിരുന്നു. അന്ന് നീ ഉണ്ടായിട്ടില്ല. ആ സമയത്ത് പങ്കജത്തിന്റെ വീട്ടിലെന്തോ പൂജ നടക്കുന്നുണ്ടെന്നും പറഞ്ഞ് ഗൗരിയെ ആ വീടിനുള്ളിൽ പൂട്ടിയിട്ട് അവര് പോയി. പൂജ കഴിഞ്ഞ് പിറ്റേ ദിവസം തിരിച്ചു പോരുമ്പോ രാഘവന് ഒരു ആക്സിഡന്റ് ഉണ്ടായി. രാഘവൻ 3-4 ദിവസം ആശുപത്രിയിലായിരുന്നു. അത്ര ദിവസം ആ കുട്ടി അതിനുള്ളിൽ പട്ടിണി കിടന്നു, സുമിത്ര പറഞ്ഞു. അന്ന് ആ ചേച്ചി ചെറിയ കുട്ടിയല്ലേ അമ്മേ? എന്നിട്ട് അതിനെ തനിച്ചാക്കി പോയോ? അപ്പോ അതൊരുപാട് കരഞ്ഞിട്ടുണ്ടാവുമല്ലോ, രേണു ചോദിച്ചു. കരഞ്ഞിട്ടുണ്ടാവും. അടുത്തൊന്നും അധികം ആൾക്കാരില്ലല്ലോ. ഞങ്ങളും അവിടെ ഉണ്ടായിരുന്നില്ല, സുമിത്ര പറഞ്ഞു. അത്രയും ദിവസമൊക്കെ പട്ടിണി കിടന്നാൽ മരിച്ചു പോവില്ലേ അമ്മേ? രേണു ചോദിച്ചു. ഒരു വൈകുന്നേരം അവര് പോയത്. കുറച്ച് ചോറ് അവിടെ ഉണ്ടായിരുന്നത്രേ. അതന്ന് കൊച്ചല്ലേ, കുറച്ച് വിളമ്പിയെടുത്ത് കഴിക്കണമെന്നൊക്കെ അതിനറിയോ? അത് തീർന്നപ്പോ അവിടെയുള്ള പച്ചക്കറികളും അങ്ങനെ കഴിക്കാൻ പറ്റുന്ന കിട്ടിയത് എന്തൊക്കെയോ കഴിച്ചു. എന്തായാലും അവര് തിരിച്ചു വരുമ്പോ ബോധമില്ലാതെ അനങ്ങാതെ കിടക്കായിരുന്നത്രേ. രാഘവൻ അതിനെ എടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയി ജീവൻ വെപ്പിച്ചു കൊണ്ടുവന്നു. എന്നിട്ട് നന്ദിനിയുടെ അമ്മയെ വിളിച്ചു വരുത്തി അതിന്റെ കൂടെ പറഞ്ഞു വിട്ടു. ഇതെല്ലാം നാട്ടുകാരിൽ നിന്ന് കിട്ടിയ വിവരാ. വെക്കേഷൻ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോന്നപ്പോ ആ കൊച്ചവിടെ ഉണ്ടായിരുന്നില്ല. പിന്നീട് ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ലായിരുന്നു. അതിന്റെ മുത്തശ്ശി മരിച്ചപ്പോ ആ കുട്ടിയുടെ അമ്മാവൻ അവിടുന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ടാവും. പെൺകുട്ടിയല്ലേ, ബാധിത ആയാലോ, സുമിത്ര പറഞ്ഞു. പാവല്ലമ്മേ, ആ ചേച്ചി എന്തോരനുഭവിച്ചിട്ടുണ്ടാവും. അമ്മാവൻ അവിടുന്ന് പറഞ്ഞു വിട്ടതായിരിക്കുന്നൊക്കെ പറയുമ്പോ അത്ര സ്നേഹമൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ലല്ലോ. ആ, ചെറുപ്പത്തിൽ തന്നെ അമ്മ മരിച്ചു പോവുകയും അച്ഛൻ രണ്ടാമത് കെട്ടുകയും ചെയ്ത എല്ലാ പെൺകുട്ടികളും അതെ. പെൺകുട്ടികൾ മാത്രല്ല, ആൺകുട്ടികളായാലും
വളരെ കഷ്ടപ്പെടും, സുമിത്ര പറഞ്ഞു. ആൺകുട്ടികളാകുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ ജീവിച്ചോളില്ലേ അമ്മേ, പെൺകുട്ടികളാകുമ്പോൾ സേഫ്റ്റി കൂടെ നോക്കണ്ടേ, രേണു പറഞ്ഞു. വീട്ടിലേക്ക് ഒരു കാർ വരുന്നത് കണ്ട് രേണു പറഞ്ഞു. അച്ഛനമ്മേ, സ്റ്റാൻഡില് ഓട്ടം കുറവാണെന്ന് പറയുന്നുണ്ടായിരുന്നു, അതായിരിക്കും നേരത്തെ വന്നത്. നീ പോയിരുന്ന് പഠിക്കാൻ നോക്ക്. സുമിത്ര അത് പറഞ്ഞപ്പോൾ രേണു അവിടെ നിന്ന് പോയി. ദേവൻ ഓഫീസിൽ നിന്ന് വന്നതിന് ശേഷം ക്ലബിൽ പോയി കൂട്ടുകാരുമായി മദ്യപിച്ചിരിക്കുകയായിരുന്നു. ഒരുപാട് കുടിച്ച് സംസാരിക്കുമ്പോൾ നാവ് കുഴയാൻ തുടങ്ങിയിരുന്നു. ദേവ, മതി കുടിച്ചത്, ഒരുപാടായില്ലേ, ദേവന്റെ ഫ്രണ്ട് നീരജ് പറഞ്ഞു. കുടിക്കുകയാണെങ്കിൽ ബോധം മറിയുന്നത് വരെ കുടിക്കണം, അല്ലെങ്കിൽ പിന്നെ കുടിക്കാതിരിക്കണം, അതാ എന്റെ പോളിസി. എടാ, മതി കുടിച്ചത്, ഈ കണ്ടീഷനിൽ എങ്ങനെ നീ വീട്ടിൽ പോവുക, നീരജ് ചോദിച്ചു. ഈ കണ്ടീഷനിൽ വീട്ടിൽ പോയാൽ എന്താ കുഴപ്പം? നിങ്ങൾ പേടിക്കുന്നത് നിങ്ങളുടെ ഭാര്യമാരെ, എനിക്ക് ആ പേടിയില്ല, ദേവൻ പറഞ്ഞു. അപ്പോൾ രവി വന്നു പറഞ്ഞു. സാർ മതി, ഇന്ന് ഒരുപാടായി, പോവാം എന്ന് പറഞ്ഞ് രവി ദേവനെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു. വിടടാ, നീ ആരാ എന്നോട് ആജ്ഞാപിക്കാൻ? നീ എന്റെ ജോലിക്കാരനാ, ജോലിക്കാരൻ, മാറി നിക്ക്, ദേവൻ പറഞ്ഞു. അവൻ എഴുന്നേൽക്കണമെങ്കിൽ മുഴുവൻ ബോധം പോണം. രവി, നീ ഇരിക്ക്. ബോസിന്റെ കൂടെ ഇരുന്ന് മദ്യപിച്ചു എന്ന് വിചാരിച്ച് ദേവൻ നിന്നെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടൊന്നുമില്ല, നീരജ് പറഞ്ഞു. എനിക്ക് വേണ്ട സർ, എഴുന്നേൽക്കൂ, പോവാം, രവി വീണ്ടും പറഞ്ഞു. നീ ഇരിക്ക് രവി, 2 അടിച്ചിട്ട് പോവാം എന്ന് പറഞ്ഞ് രവിയെ പിടിച്ച് അവരുടെ അടുത്തിരുത്തിക്കൊണ്ട് ദേവന്റെ മറ്റൊരു ഫ്രണ്ട് പ്രസാദ് പറഞ്ഞു. അവനെ വിട്, എന്നെപ്പോലെ അവനെയും നിർബന്ധിച്ച് കുടിപ്പിച്ച് കിടത്തണ്ട പ്രസാദേ. ഞാൻ അടിച്ച് ഫിറ്റായി ബോധം കെട്ട് ഇവിടെ കിടന്നാൽ എന്നെ എടുത്ത് വീട്ടിൽ കൊണ്ടുപോകേണ്ടതാവൻ. അതുകൊണ്ട് അവൻ ഡ്യൂട്ടി സമയത്ത് മദ്യപിക്കണ്ട, പാതി ബോധത്തിൽ നാവ് കുഴഞ്ഞ് ദേവൻ പറഞ്ഞു. എഴുന്നേൽക്കൂ സർ, മതി കുടിച്ചത്, കുടിക്കാൻ തുടങ്ങിയ പിന്നെ നിർത്തില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് രവി അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. അങ്ങനെ മര്യാദയ്ക്ക് പറയേ, അല്ലാതെ ആജ്ഞാപിക്കാൻ നിന്നാലുണ്ടല്ലോ എന്ന് പറഞ്ഞ് ദേവൻ എഴുന്നേറ്റു. ഓക്കെ ഫ്രണ്ട്സ്, നാളെ കാണാം, ദേവൻ പറഞ്ഞു. ഇനി നാളെയൊന്നുമില്ല എന്ന് പറഞ്ഞ് രവി ദേവനെ താങ്ങി പിടിച്ച് വണ്ടിയിൽ കൊണ്ടുവന്നിരുത്തി. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്ന് പോയി. ഗൗരി ഓഫീസിൽ നിന്ന് വന്നതിന് ശേഷം കുളി കഴിഞ്ഞ് പണികളെല്ലാം തീർത്തു. എല്ലാവരും രാത്രി ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ കഴിക്കാനുള്ളത് ഡൈനിങ് ടേബിളിൽ കൊണ്ടുവച്ച് വിളമ്പിക്കൊടുത്ത ശേഷം അവൾ അടുക്കളയിൽ പോയി നിന്നു. ഡൈനിങ് ഹാളിൽ നിന്ന് അവരുടെ തമാശകളും ചിരിയും കേട്ട് അവൾ പതുക്കെയൊന്ന് എത്തി നോക്കി. അവരോടൊപ്പം ചേരാൻ അവൾ വല്ലാതെ കൊതിച്ചു. ആ കളിയും ചിരിയും കണ്ട് കുറച്ചുനേരം ആസ്വദിച്ച് അങ്ങനെ അവൾ നിന്നു. പിന്നീട് ആരെങ്കിലും കണ്ടാലോ എന്ന് വിചാരിച്ച് വേഗം മാറി നിന്നു. അങ്ങനെ ഒരു സൗഭാഗ്യം അവൾക്ക് ലഭിക്കാത്തതിൽ അവൾക്ക് ഒരുപാട് സങ്കടം തോന്നി. പതിവ് പോലെ ഗൗരി നേരത്തെ ഉണർന്ന് വീട്ടിലെ പണികളെല്ലാം തീർത്ത് ഓഫീസിലേക്ക് പോയി. ഓഫീസിലെത്തി അവളുടെ സീറ്റിലിരുന്നു. എല്ലാവരും എത്തിത്തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അവൾ തലേന്ന് ദീപ ചെയ്യാൻ ഏൽപ്പിച്ച ഫയലെടുത്ത് കമ്പ്യൂട്ടറിൽ ചെയ്തതെല്ലാം നോക്കി. കുറച്ചു കഴിഞ്ഞപ്പോൾ അഞ്ജലി ഓഫീസിലേക്ക് വരുന്നത് കണ്ട് സ്റ്റെഫി ഗൗരിയോട് പറഞ്ഞു. അതാണ് അഞ്ജലി മാഡം, നാൻസി മാഡത്തേക്കാൾ ഭയങ്കരിയാണ്, ഈഗോ ആവശ്യത്തിൽ കൂടുതലുണ്ട്. ഗൗരി അഞ്ജലിയെ പേടിയോടുകൂടി നോക്കി. മഹാദേവ, ഈ ഭയങ്കരികളിൽ നിന്ന് എന്നെ രക്ഷിക്കണേ, അവൾ മനസ്സിൽ വിചാരിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ അഞ്ജലി ഒരു വലിയ ഫയലെടുത്ത് ഗൗരിയുടെ അടുത്തേക്ക് വന്നു. അത് അവളുടെ ടേബിളിലേക്ക് ഇട്ട് പറഞ്ഞു. ഇത് ഒരു ക്ലയന്റിന്റെ വർക്ക് കഴിഞ്ഞ് ക്ലോസ് ചെയ്യാറായ ഫയലാണ്. ആ ക്ലയന്റിന്റെ കമ്പ്യൂട്ടറിലുള്ള ഫയലുമായി ഒത്തുനോക്കി ക്ലിയറാക്കി ക്ലോസ് ചെയ്ത് 1/2 മണിക്കൂറിനുള്ളിൽ എനിക്ക് അയച്ചു തരണം. അഞ്ജലിയുടെ ആജ്ഞാപിക്കും പോലെയുള്ള പറച്ചിൽ കേട്ട് ഗൗരി ഞെട്ടി. അവൾ പേടിയോടെ അഞ്ജലിയോട് പറഞ്ഞു. ഫയൽ ക്ലോസ് ചെയ്യാനൊന്നും എനിക്ക് പഠിപ്പിച്ചിട്ടില്ല. നിനക്കെന്തിനാ പഠിപ്പിച്ചു തരുന്നത്? നീ വലിയ ബുദ്ധിശാലിയല്ലേ, അപ്പൊ പിന്നെ എല്ലാം തനിയെ ചെയ്യാൻ കഴിയുമല്ലോ, അഞ്ജലി പറഞ്ഞു. മാഡം, എനിക്ക് പഠിപ്പിച്ചത് മാത്രമേ ചെയ്യാൻ കഴിയൂ, അല്ലാതൊന്നും അറിയില്ല, ഗൗരി പേടിയോടെ പറഞ്ഞു. പറഞ്ഞു തന്നാൽ നിനക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനും പുതിയ ഐഡിയാസ് കൊണ്ടുവരാനും ഒക്കെ കഴിയുമെന്നാണല്ലോ ഞാൻ കേട്ടത്. അപ്പോ ദീപ ചേച്ചിയോട് ചോദിച്ച് വേഗം ഇത് പഠിക്ക്. 1/2 മണിക്കൂറിനുള്ളിൽ എനിക്ക് ഈ ഫയൽ കിട്ടണം. പറ്റിയില്ലെങ്കിൽ ഇന്ന് തന്നെ റിസൈൻ ചെയ്തേക്ക് എന്നും പറഞ്ഞ് അഞ്ജലി അവിടെ നിന്ന് പോയി. മഹാദേവ, ഇത് ഇളയമ്മേക്കാൾ കഷ്ടാണല്ലോ. വറച്ചട്ടിയിൽ നിന്ന് ഞാൻ തീയിലേക്കാണോ മഹാദേവ വീണിരിക്കുന്നത്? ഗൗരി മനസ്സിൽ ചിന്തിച്ചു. എന്നിട്ട് വേഗം ദീപയുടെ അടുത്ത് ചെന്ന് കാര്യം പറഞ്ഞു.